ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അവിൽ പായസം നല്ല സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉണക്ക മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആയി വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണ് മതിയാകും കേട്ടോ. അണ്ടിപ്പരിപ്പായാലും ഉണക്കമുന്തിരി ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതും റോസ്റ്റായി വന്നിട്ടുണ്ട്, നമുക്കിതും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി സെയിം പാത്രത്തിലോട്ട് 1 കപ്പ് അവിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ സാധാരണ നോർമൽ തിന്നായിട്ടുള്ള അവിലാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. 2 പാക്കറ്റ് പാലാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. ആദ്യം 2ാം പാൽ ചേർത്തിട്ട് ഒന്ന് തിളച്ച് പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നെങ്കിലൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ 1ാം പാൽ ചേർത്തിട്ട് ചെറുതായിട്ട് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഞാൻ നമ്മുടെ പശുവിൻ പാൽ വെച്ചിട്ട് പാക്കറ്റ്സിലൊക്കെ കിട്ടുന്ന പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാൽ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇളക്കി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കാതെ നോക്കണം. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ചേർത്ത അവിൽ വെന്തോളൂ കേട്ടോ. അവിൽ പിന്നെ പെട്ടെന്ന് വേകുമല്ലോ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ചേർക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. പാകത്തിനുള്ള മധുരമാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അവിൽ പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.